ടൂറിസ്റ്റ് അൻട്രീഷ് ഈഡൻ ടി വി നടത്തുന്ന ഈ ശാപ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഈ ക്വാർട്ടറിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് യഹോവയ്ക്കായി കാത്തിരിക്കുക. നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചത് സങ്കീർത്തനങ്ങളാണ്. അതിൻ്റെ അവസാന ഭാഗത്തെത്തിക്കുമ്പോൾ യഹോവയ്ക്കായി കാത്തിരിക്കുക എന്നുള്ളതാണ്. മനപ്പാഠവാക്യം പറയുന്നത്, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയിൽ പ്രത്യാശ വെക്കുക. നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങൾ ആദ്യം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവിധങ്ങളായ ആശയങ്ങൾ, വിവിധങ്ങളായ അവസ്ഥകളിൽ രചിക്കപ്പെട്ടതായ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ ദിവ്യമായ ഒരു വിടുതലിൻ്റെ ആനന്ദം പ്രകടിപ്പിക്കുന്നതായ കീർത്തനങ്ങൾ നമ്മൾ പഠിച്ചു. പാപക്ഷമയുടെയും സന്തോഷത്തിൻ്റെയും രക്ഷയുടെയുമായ ഒരു സന്തോഷത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതായ കീർത്തനങ്ങൾ നമ്മൾ പഠിച്ചു. കഠിന ദുഃഖങ്ങൾ, വിലാപങ്ങൾ, നിരാശയുടെ നിമിഷങ്ങൾ, ദൈവത്തിൻ്റെ സാമീപ്യത്തിന് വേണ്ടിയുള്ള അതിയായ ആഗ്രഹങ്ങൾ, ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ഒരു വാഞ്ച, ഇങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ അവസാനത്തെ ഭാഗത്തിൽ പറയുന്നത് യഹോവയിൽ പ്രത്യാശ വെക്കുക. അപ്പോൾ നമ്മൾ ഈ ആശ പഠിക്കുന്നത് യഹോവയിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു യാന്ത്രികമായ കാര്യമല്ല, മറിച്ച് അതൊരു വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും ഒരു പ്രവൃത്തിയാണ്. നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു പ്രവൃത്തിയാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വാസം വേണം, നാം ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം. അത് നമ്മുടെ വെറും വാക്കുകളിലല്ല, നമ്മുടെ പ്രവൃത്തികളിൽ കൂടി അത് വേണം. നാം യഹോവയ്ക്കായി കാത്തിരിക്കണം. അതാണ് സങ്കീർത്തന ഭാഗങ്ങൾ അവസാനം പറയുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല, നിശ്ചയമായും അവർക്ക് ഒരു പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് ഈ യഹോവയ്ക്കായി കാത്തിരിക്കുക എന്നതുകൊണ്ട് സങ്കീർത്തനങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ പാഠഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുക എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ കാത്തിരിപ്പിൻ്റെ ആഹ്വാനം. ഇവിടെ പറയുന്നത് ഓരോ വ്യക്തികൾക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പല അവസരങ്ങളിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ക്യൂവിലായിരിക്കാം, ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഒക്കെ പോകുന്ന സമയത്ത് ഒരു ക്യൂവിൽ നമ്മൾ കാത്തു നിൽക്കേണ്ടി വന്നിരിക്കാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളുടെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. വിദ്യാർത്ഥികൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും കാത്തിരിക്കാറുണ്ട്. പലപ്പോഴും ഈ കാത്തിരിപ്പുകൾ നമ്മുടെ മനസ്സിൽ ഒരു പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട്, ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം വരിക എന്നുള്ളതായ ഒരു പിരിമുറുക്കം ഓരോരോ മനസ്സിലും ഉണ്ടാകും. എന്നാൽ ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് അതിലൊരു പ്രത്യേകത കൂടി കൊണ്ട് നമുക്ക് സ്ഥിര ഉത്സാഹത്തോടു കൂടിയായിരിക്കണം നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. നേരത്തെ ഒരു പിരിമുറുക്കം ഉണ്ടാകും. ഒരു പക്ഷേ കാത്തിരിക്കുന്ന സാധനം അല്ലെങ്കിൽ കാത്തിരിക്കുന്നതായ ആ സംഭവം നടക്കുവാൻ അല്പം വൈകിപ്പോയാൽ നമുക്ക് എന്തുണ്ടാകും? സ്വാഭാവികമായും നിരാശയുണ്ടാകും. പക്ഷെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ നിരാശ ഉണ്ടാകാത്ത ഒരവസ്ഥയിലൂടെ ആയിരിക്കണം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. സ്ഥിര ഉത്സാഹത്തോടു കൂടി ആയിരിക്കണം ദൈവത്തിന് വേണ്ടി നമ്മുടെ കാത്തിരിക്കേണ്ടത്. എന്താണ് സ്ഥിര ഉത്സാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നിരാശയുടെ ഭയത്തിന് കീഴടങ്ങാതെ അതിനെ നിരസിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു പ്രക്രിയയാണ് ഈ സ്ഥിരോത്സാഹം എന്ന് പറയുന്നത്. ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം. നിരാശ നമ്മൾ ഉണ്ടാകും. ഒരുപക്ഷെ നാം നേരത്തെ പറഞ്ഞതുപോലെ കാത്തിരിക്കുന്നതായ സംഭവം അല്ലെങ്കിൽ കാത്തിരിക്കുന്നതായ ആ സംഭവം നടക്കുവാൻ വേണ്ടി അല്പം വൈകിപ്പോയാൽ സ്വാഭാവികമായും നമ്മളിൽ നിരാശയുണ്ടാകും. അപ്പോൾ ആ നിരാശ എന്ന് പറയുന്നത് ദൈവീക കാര്യത്തിൽ വരുമ്പോൾ, ദൈവത്തിനായി കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഒരു നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നാം സ്ഥിര ഉത്സാഹത്തിനായി കാത്തിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നു.
നാം ഓരോരുത്തരും അതിനു വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ്, ആ വരവിൽ നമുക്ക് വെച്ചിട്ടുള്ളതായ പ്രതിഫലം, ആ പ്രതിഫലം ഏറ്റുവാങ്ങാൻ വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ കൃത്യമായ സമയം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ആ വരവ് എപ്പോഴും ആയിക്കോട്ടെ, ആ വരവ് വരെയും ഞാൻ നിരാശയുടെ ഭയത്തിന് കീഴടങ്ങാതെ, അല്ലെങ്കിൽ നിരാശയ്ക്ക് കീഴടങ്ങാതെ, നിരാശ എന്നിൽ ഉണ്ടാകാതെ ഞാൻ എന്തു ചെയ്യും? സ്ഥിര ഉത്സാഹത്തോടു കൂടി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും എന്നുള്ളതാണ് ഓരോ ദൈവ പൈതലും ദൃഢമായി ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, നിങ്ങൾ സ്ഥിര ഉത്സാഹത്തോടുകൂടി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും ദൈവ പൈതങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നു വരില്ല. നാം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത് എങ്ങനെ നടക്കണമെന്നുള്ള ആ മെത്തേഡ്, അതിൻ്റെ ആ നടക്കുന്നതിൻ്റെ രീതിയും നാം തന്നെ ഭാവന ചെയ്ത് നെയ്തെടുക്കുന്നു. പക്ഷെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? അത് നടത്താൻ കഴിയുന്ന ആ സംഭവം അല്ലെങ്കിൽ ആ ആഗ്രഹം നിവൃത്തീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നടത്തി തരുന്നു. പക്ഷെ നാം അതിനുവേണ്ടി കാത്തിരിക്കണം. അതാണ് സങ്കീർത്തനക്കാരൻ ആദ്യ ഭാഗത്ത് ഈ പാഠത്തിൽ പറയുന്നത്. ദൈവത്തിന് വേണ്ടി നാം സ്ഥിര ഉത്സാഹത്തോടെ കാത്തിരിക്കണം. 2, നാം കാത്തിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നാം ഉദ്ദേശിക്കുന്ന, നാം തിരഞ്ഞെടുക്കുന്ന, നാം രൂപകൽപ്പന ചെയ്യുന്ന വഴികളിലൂടെ അല്ല ദൈവം നടത്തുന്നത്. മറിച്ച് അത് നടത്തുവാൻ, അത് നിവർത്തിക്കുവാൻ സാധ്യമായ ഏറ്റവും മനോഹരമായ, ഏറ്റവും യുക്തമായ വഴിയിലൂടെ ആയിരിക്കും ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോഴും നാം അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴും അത് എങ്ങനെ നടത്തണമെന്ന് രൂപകൽപ്പന നാം ചെയ്യേണ്ടതില്ല. കാരണം ദൈവം ചെയ്തുകൊള്ളും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത്. നാം അറിയാത്ത വഴിയിലൂടെയാണ് ദൈവം നമ്മെ പലപ്പോഴും അനുഗ്രഹിക്കുന്നത്. അപ്പം നാം കാത്തിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്ഥിര ഉത്സാഹത്തോടു കൂടി കാത്തിരിക്കാൻ പറയുന്നു. ഇവിടെ മറ്റൊന്ന് പറയുന്നത്, ദൈവത്തിന് വേണ്ടിയുള്ള ആഴമേറിയ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. നാം ദൈവത്തിനെ കാത്തിരിക്കുമ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. പക്ഷെ നമുക്ക് ദൈവത്തിന് വേണ്ടി, ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാൻ വേണ്ടി വളരെ ആഴമേറിയ ഒരാഗ്രഹം നമുക്കുണ്ടായിരിക്കണം. സങ്കീർത്തനക്കാരൻ ദാവീദിന് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനം എഴുതപ്പെട്ടവർക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം, അവർ പല ആഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവത്തോട് യാചിച്ചു, പല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും അവർ ദൈവത്തോട് യാചിച്ചു. പക്ഷേ അവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളതായിരുന്നു അവിടെ ഏറ്റവും വലിയ ആഗ്രഹം. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയുക എന്നുള്ളതായിരുന്നു അവിടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, സ്വർഗം ആഗ്രഹിക്കുന്നത്, ദൈവവും തൻ്റെ മക്കളും എപ്പോഴും ഒന്നിച്ച് ഒരു കൂടിച്ചേരുന്ന ഒരു അനുഭവം. ദൈവവും തൻ്റെ മക്കളും, തൻ്റെ സൃഷ്ടികളും ഒന്നിച്ച് കൂടിച്ചേരുന്ന ആ വലിയ ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാമും കാത്തിരിക്കുന്നത്. ദൈവവും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. സ്വർഗവും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ദൂതന്മാരും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ദൈവവും തൻ്റെ മക്കളും ഒത്തുചേരുന്ന ഒരു വലിയ മഹാസന്തോഷത്തിൻ്റെ, വലിയ ആഘോഷത്തിൻ്റെ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. നാമും കാത്തിരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാത്തിരിപ്പിൽ, ദൈവത്തിന് വേണ്ടി സ്ഥിര ഉത്സാഹത്തോടെ നാം നടത്തുന്ന കാത്തിരിപ്പിൽ ചിലപ്പോഴൊക്കെ ഒരു ഈറ്റുനോവിൻ്റെ അനുഭവം നമുക്കുണ്ടാകും, പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ മക്കളെ ദൈവം എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ ദൈവം വഴി നടത്തുന്നു. കഷ്ടതയുടെയും പ്രയാസവും നമുക്ക് അനുഭവപ്പെടുമെങ്കിലും, ആ കാത്തിരിപ്പിൽ ഒരു പക്ഷേ പ്രയാസം നമുക്ക് അനുഭവപ്പെടുമെങ്കിലും, ദൈവം തൻ്റെ ജനത്തെ പരിശുദ്ധാത്മാവിനാൽ നടത്തും, സംരക്ഷിക്കും. അതൊരു വലിയ വിശ്വാസമാണ് നമുക്കുള്ള. അതാണ് നമുക്കുള്ളൊരു പ്രത്യാശ എന്ന് പറയുന്നത്. നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്ഥിര ഉത്സാഹം നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യും? നമ്മെ സംരക്ഷിക്കും. അപ്പോൾ നമുക്ക് ഒരു പുതിയ സൃഷ്ടിപ്പിൽ പങ്കാളികളാകാൻ കഴിയും. നാം അങ്ങനെ കാത്തിരിക്കുന്നു എങ്കിൽ, ആ കഷ്ടതകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുന്നു എങ്കിൽ
നമുക്ക് ആ പുതിയ സൃഷ്ടിപ്പിൽ പങ്കാളികളാകാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുമ്പോൾ നമുക്കതിൽ പങ്കാളിയാകാൻ കഴിയും. ആ പങ്കാളിത്തമാണ് ദൈവം നമ്മിൽ നിന്നും ആശ്രയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ഉറപ്പിലാണ് കാത്തിരിക്കുന്നത്? എന്താണ് നമുക്കുള്ള ഉറപ്പെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ള നമ്മുടെ ഉറപ്പ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തു വീണ്ടും നമ്മെ ചേർക്കുവാൻ വേണ്ടി ഭൂമി ഇവിടെ നമ്മൾ വരുമെന്ന്. അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉറപ്പാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ. കർത്താവായ യേശുക്രിസ്തു വീണ്ടും നമ്മെ ചേർക്കുവാൻ വരും. അതുവരെയും സ്ഥിരോത്സാഹത്തോടുകൂടി കാത്തിരിക്കുവാനാണ് സങ്കീർത്തനങ്ങൾ നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത്. അതിൽ ഒട്ടും വീഴ്ച വരുത്താതെ ഓരോ ദൈവമക്കളും സ്ഥിരോത്സാഹത്തോടുകൂടി ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം എന്ന ആഹ്വാനമാണ് ഈ പാഠഭാഗം ഇന്ന് നമുക്ക് നൽകുന്നത്. തിങ്കളാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ മുലകുടി മാറിയ കുഞ്ഞിൻ്റെ സമാധാനം എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഈ വിശ്വസ്തരെയും ദൈവത്തിൻ്റെ മക്കളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ആ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോഴും സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന പുതുമയുള്ളൊരു ധാരണ സങ്കീർത്തനക്കാരൻ ആശ്വാസം നൽകുന്നു. ഈ ലോകത്ത് അങ്ങനെ ജീവിക്കുമ്പോഴും ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്ന ഒരു ധൈര്യം അത് സങ്കീർത്തനക്കാരൻ നൽകുന്നു. ഇപ്പോൾ കഷ്ടതയുടെ ലോകത്ത് നാം ജീവിക്കുമ്പോഴും പ്രയാസങ്ങൾ ലോകത്ത് നാം ജീവിക്കുമ്പോഴും എന്നെ വിടിവിക്കുവാൻ തക്കവണ്ണമുള്ള തക്ക കഴിവുള്ള ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചതായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ വ്യക്തിയാണ് ഞാനെന്ന ഉത്തമ ബോധത്തോടു കൂടി വേണം ഓരോ ദൈവപദത്തിലും ജീവിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഷ്ടതകളെയൊക്കെ അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ അഹങ്കരിച്ചു പോകരുതേ എന്നാണ് പറയുന്നത്. ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, ഞാൻ ഗർവിക്കുന്നുമില്ല. എൻ്റെ ഹൃദയത്തിൽ ഗർവമില്ല, നിഗളമില്ല. കാരണം അത് എന്നെ തന്നെ നശിപ്പിക്കും. ഞാൻ അഹങ്കരിച്ചു പോയാൽ ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടി എന്നെ അത് നശിപ്പിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ അറിയാം. തന്നെക്കാൾ ഉന്നതനായ മറ്റാരുമില്ല എന്ന് അഹങ്കരിക്കുന്നവർ ചിന്തിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ നിഗളിക്കുന്നില്ല, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നതുമില്ല എന്ന് പറയുന്നു. നോക്കൂ, ഒരു രാജാവ് ആണ് അത്, ദാവീദാണ് അത് എഴുതിയത്. ദാവീദ് രാജാവ് പറയുന്നത് എൻ്റെ ഹൃദയം നിഗളിക്കുന്നില്ല, എൻ്റെ ഹൃദയം ഗർവിക്കുന്നുമില്ല. സാധാരണക്കാരായ നമുക്ക്, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന നമുക്ക് അത് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ പറയാൻ കഴിയണം. ദൈവമേ, ഞാൻ ഒരിക്കലും അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ ഇടയാക്കരുത്. കാരണം നാം ഈ പ്രകടിപ്പിക്കുന്നതും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ കഴിവാണോ? അല്ല. ഇതൊക്കെ ദൈവം നമുക്ക് ദാനമായി സൗജന്യമായി നൽകിയതാണ്. സൗജന്യമായി ലഭിച്ചതായ ഒരു കഴിവിൽ, സൗജന്യമായി ലഭിച്ചതായ ഒരു സാധനത്തിൽ, ഒരു സംഭവത്തിൽ നമുക്ക് എന്താണ് അഹങ്കരിക്കുവാനുള്ളത്? ദാവീദ് രാജാവാണ് പറയുന്നത്. എന്നാൽ നീതിമാൻ എന്ത് ചെയ്യുന്നു? അവർ തൻ്റെ കണ്ണുകളെ ഉയർത്തി നിഗളിക്കുന്നതിന് പകരം, അഹങ്കരിക്കുന്നതിന് പകരം നീതിമാൻ എന്ത് ചെയ്യുന്നു? തൻ്റെ കണ്ണുകളെ ഉയർത്തി ദൈവത്തെ കാണുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചാൽ മതി. ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളെയൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല, ഞാൻ അന്വേഷിക്കുന്നില്ല. എനിക്ക് ചെറിയൊരു കാര്യം, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, അങ്ങയുടെ സാമീപ്യം എനിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ മുലകൂടി മാറിയ ഒരു കുഞ്ഞിനെ പോലെ സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നു. ദൈവം എന്നോടൊപ്പം ഉള്ളപ്പോൾ ഞാൻ മുലകൂടി മാറിയ ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ മടിത്തട്ടിൽ എങ്ങനെയാണോ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഭയമില്ലാതെ കഴിഞ്ഞുകൂടുന്നുവോ അതുപോലെയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നതായ സന്തോഷം. അതല്ല ഞാൻ ബുദ്ധിമാനാണ് എന്ന് ഭാവിച്ചുകൊണ്ട്
എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെക്കുറിച്ചും അറിയാം എന്ന ഭാവവും എനിക്കില്ല. ശാസ്ത്രത്തിന് പോലും വിവരിക്കാൻ കഴിയാത്തതായ ഒട്ടനേകം സംഭവ വികാസങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ നാം എന്തിലാണ് അഹങ്കരിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ദൈവം നമുക്ക് ദാനമായി തന്നതിൽ അല്ലാതെ നമുക്ക് എന്താണ് ഉള്ളത് എന്നുകൂടി നാം ചിന്തിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതുമാത്രമാണ് എൻ്റെ ഏറ്റവും വലിയതായ ആഗ്രഹം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം എന്നെ വഴി നടത്തുകയും ചെയ്യുന്നു. അല്ല, ഞാൻ സ്വാർത്ഥമോഹങ്ങളിലൊന്നും പെട്ടുപോകുന്നില്ല. ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ സ്ഥലം നിഗളിക്കുന്നില്ല, അത് ഗർവിച്ചിരിക്കുന്നതുമില്ല. സ്വയം താഴ്ത്തി ഒരു സമർപ്പണമാണ് ദാവീദ് രാജാവ് ഇവിടെ നടക്കുന്നത്. അപ്പം മുലകുടി മാറാത്ത കുഞ്ഞിനെ പോലെ, മുലകുടി മാറിയ കുഞ്ഞിനെ പോലെ എന്ന് പറയുമ്പോൾ ആ അമ്മ തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ എപ്രകാരമാണ് ലാളിക്കുന്നതോ അതുപോലെയാണ് ദൈവം തൻ്റെ മക്കളെ സാന്ത്വനിപ്പിക്കുന്നതും കരുതുന്നതും എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത്, നമ്മുടെ മനസ്സുകളെ അനാവശ്യമായ മോഹങ്ങളിലും അനാവശ്യമായ ആഗ്രഹങ്ങളിലേക്കും തള്ളിവിടാതെ ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾ മാതാവിൽ ആശ്രയിക്കുന്നത് പോലെ നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് എപ്രകാരമാണ് തൻ്റെ അമ്മയിൽ, തൻ്റെ മാതാപിതാക്കളിൽ ആശ്രയം കണ്ടെത്തുന്നത്, സുരക്ഷിതത്വം കണ്ടെത്തുന്നത്, സമാധാനം കണ്ടെത്തുന്നത്, സന്തോഷം കണ്ടെത്തുന്നത്, അതുപോലെ ഞാനും എൻ്റെ ദൈവത്തിൽ സന്തോഷവും സുരക്ഷിതത്വവും സമാധാനവും കണ്ടെത്തുന്നു എന്ന് ദാവീദ് പറയുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതായ അനേക മക്കൾ ഈ ലോകത്തുണ്ട്. അല്ലെങ്കിൽ അത് ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ ചേരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നാം ഈ ഒരു സാക്ഷ്യമായി മാറണം. അതൊരുപക്ഷെ നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കും. നാം ഒരു സാക്ഷ്യമായി മാറണം. നാം ദൈവത്തിൽ കണ്ടെത്തിയ സുരക്ഷിതത്വം, ദൈവത്തിൽ കണ്ടെത്തിയ സമാധാനം, ദൈവത്തിൽ കണ്ടെത്തിയ സന്തോഷം നാം അവരുമായി പങ്കുവെക്കണം. അങ്ങനെ നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ മുലകുടി മാറിയ ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ, അതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആക്കുവാൻ പറഞ്ഞത്. ഒരു ശിശുവിനെ പോലെ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ദുഷ്ടത നിറഞ്ഞ, നീതിമാന്മാരെ പീഡിപ്പിക്കുന്നതായ ഈ ലോകത്ത് എന്നെ നയിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന ധൈര്യം നമ്മെ ഓരോരുത്തരെയും നടത്തും. അതാണ് ദാവീദ് പറഞ്ഞത്, എന്നെ നടത്തുവാൻ എനിക്ക് ശക്തനായ ഒരു ദൈവമുണ്ട്, അത് എന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാനുള്ള പ്രത്യാശ എനിക്ക് നൽകുന്നു. സ്ഥിര ഉത്സവത്തോടു കൂടി എൻ്റെ ദൈവത്തെ കണ്ടെത്തുന്നതുവരെ എനിക്ക് കാത്തിരിക്കുവാനുള്ള ഒരു ധൈര്യം കൂടെ തരുന്നു എന്ന് ദാവീദ് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആ ദൈവത്തിൽ അവൻ സ്വയം സമർപ്പിച്ചതുകൊണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മോടും ആവശ്യപ്പെടുന്നത് തന്നെയാണ്, ഈ വചനങ്ങൾ നമ്മോടും ആവശ്യപ്പെടുന്നത് തന്നെ, നാം ദൈവത്തിൽ സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുക. അതിനായി നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ കറ്റകളെ കൊണ്ടുവരുന്നത് സങ്കീർത്തനങ്ങൾ 126 അതിൻ്റെ ഭാഗം പറഞ്ഞത്. ഇവിടെ പറഞ്ഞത്, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അതിശയകരമായി വിടുവിച്ച അനുഭവങ്ങൾ ദൈവജനത്തിനും അവരുടെ ഭാവി പ്രത്യാശയ്ക്കും എപ്പോഴും ഒരു പ്രചോദനമാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ ഭാവിയിലത്തേക്കുള്ള പ്രതീക്ഷകൾക്കും നമ്മുടെ അടുത്ത് വരുന്ന തലമുറകൾക്കും പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസത്തിന് അതൊരു ഉത്തേജനമാണ്, അതെപ്പോഴും ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ 126 സങ്കീർത്തനങ്ങൾ പറയുന്നത്, ഞങ്ങളെ പണ്ട് പ്രവാസത്തിൽ നിന്നിരുന്നു അങ്ങ് മടക്കി വരുത്തിയിരുന്നു. പക്ഷേ അതേ അനുഭവത്തിലാണ് ഇപ്പോഴും ഈ ജനം. അന്ന് മുൻകാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ മറന്നുകൊണ്ട് അവർ വീണ്ടും ഒരു പ്രവാസ ജീവിതത്തിലേക്ക് ഇവരായിരിക്കുന്നു. എങ്കിലും ദൈവം അവർക്ക് ചെയ്തതായ അനുഗ്രഹങ്ങൾ അവർ എന്ത് ചെയ്യുന്നു? മുറുകെ പിടിക്കുന്നു, അവർ ഏറ്റുപാടുന്നു, അവരതിനെ പിൻതലമുറയോട് ചൊല്ലുന്നു, പറഞ്ഞു കൊടുക്കുന്നു.
അവരുടെ ചരിത്രം അവർ ഇവിടെ വീണ്ടും രചിക്കപ്പെടുന്നു. അവർ വീണ്ടും നിന്ന് അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നതുപോലെയായിരുന്നു നമ്മുടെ പൂർവികന്മാർ. അവരെ ദൈവം വിടുവിച്ചു, ദൈവം അത്ഭുതകരമായി വഴി നടത്തി. ഈ കാര്യങ്ങളൊക്കെ അവരും അവരുടെ തലമുറയെയും അവർ പഠിപ്പിക്കുന്നു. അത് അവർക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. എന്തിനു വേണ്ടിയുള്ള പ്രചോദനം? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാനും ദൈവം വിടുവിക്കുമെന്നുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനുള്ളൊരു പ്രചോദനം. അത് നമുക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ഈ വചനങ്ങൾ നമ്മോടും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ തലമുറയിൽ, നമ്മുടെ മുൻ തലമുറയിൽ ദൈവം എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഈ തലമുറയിൽ ദൈവം എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഇതൊക്കെ നമ്മൾ ഓർക്കണ്ടേ? ഇതെല്ലാം നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ദുഃഖങ്ങളെ അതിജീവിക്കുവാൻ അത് വലിയൊരു ശക്തി തരും. ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ ദൈവം എന്നെ രക്ഷിച്ചു. ഇതിനേക്കാൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിച്ചതായ ഒട്ടനവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കണ്ടേ? അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇനി എൻ്റെ മുൻപിൽ വരാൻ പോകുന്ന പ്രയാസത്തെ അതിജീവിക്കുവാൻ സർവശക്തനായ എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു ദൃഢനിശ്ചയം, ഒരു വിശ്വാസം നമുക്കുണ്ടാകുന്നത്. അത് നമ്മുടെ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കണം. അവരത് പിന്തുടരും, അവരും അത് ശീലിക്കും, അവർ ചിന്തിക്കും, ദൈവം എൻ്റെ പൂർവികന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു, എൻ്റെ ജീവിതത്തിലും അത് ചെയ്യുമെന്ന്. അതാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത്. ഇവിടെ പറയുന്നതാണ് എന്താണ്? അന്നു ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ദൈവം ഞങ്ങളെ വിടിവിച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അതിലൊരു വാക്യം പറയുന്നുണ്ട്, ഈ സങ്കീർത്തനം 124:4 തെക്കേ നാട്ടിലെ തോടുകൾ ദൈവം ഞങ്ങളെ സമൃദ്ധിയായിട്ട് അക്കാലത്ത് അനുഗ്രഹിച്ചു. അതായത് യഹൂദയുടെ ഒരു പ്രത്യേക പ്രദേശത്ത് തെക്കേ അറ്റത്ത് ഒരു വരണ്ട പ്രദേശമുണ്ടായിരുന്നു. ആ വരണ്ട പ്രദേശത്ത് ദൈവം മഴ അയച്ചു, വെള്ളം കൊടുത്തു. അപ്പം എണ്ണി 126 സങ്കീർത്തനം ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്, കട്ടകളെ കൊണ്ടുവരുന്നത് എന്ന ചൊവ്വാഴ്ച ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്, ദൈവം അവർക്ക് ചെയ്തതായ അനുഗ്രഹങ്ങളെ അവർ എണ്ണി എന്ത് ചെയ്യുന്നു? ഓർക്കുക ചെയ്യുന്നത്. ദൈവമേ, ഞങ്ങളുടെ പ്രദേശത്ത് ഒരു വരണ്ട തോടുണ്ടായിരുന്നു, അവിടെ എന്ത് ചെയ്തു? ദൈവം ഞങ്ങൾക്ക് എന്ത് തന്നു? മഴ തന്നു. അവിടെ കൃഷി ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. അപ്പോൾ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ അവരെന്ത് ചെയ്തു? എണ്ണി അവർ ഓർക്കുകയാണ് ചെയ്യുന്നത്. 4-ാമത്തെ ഭാഗത്ത് പറഞ്ഞത് യഹോവേ, 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതാണ്, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധേയമാണ്. ഞങ്ങൾ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണം. അവർ പ്രവാസ ജീവിതത്തിലാണ്. അവരെ മടക്കി കൊണ്ടുവരണം. ആ പ്രവാസ രീതിയിലായിരിക്കുന്നവരെ തെക്കേ നാട്ടിലെ തോടുകളെ അങ്ങ് ജലം കൊണ്ട് നിറച്ചതുപോലെ എന്ത് ചെയ്യണം? മടക്കി കൊണ്ടുവരണം. അതിൽ അവസാന ഭാഗത്ത് പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നു കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. വിതയ്ക്കുമ്പോൾ കണ്ണുനീര്, കൊയ്യുമ്പോൾ സന്തോഷം. അപ്പോൾ ഒരു കാവ്യഭംഗി അതിലുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നു, പക്ഷെ ആർപ്പോടെ കൊയ്യുന്നു. പിന്നെ എന്താ പറഞ്ഞത്? കരഞ്ഞുകൊണ്ട് വിത്ത് ചുമന്നുകൊണ്ട് വരുന്നു. ചുമക്കുകയും അത് വിതയ്ക്കുകയും ചെയ്യുന്നു. വിത്ത് വിതയ്ക്കുമ്പോൾ നാം കരയുന്ന ദുഃഖത്തോടു കൂടിയാണ്. പക്ഷേ അത് കറ്റ ചുമക്കുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. ഇവിടെ ഒരു കാർഷിക വിളവെടുപ്പിൻ്റെ കാലമാണ്, ഒരു കാര്യമാണ് പറഞ്ഞത്. യഹൂദന്മാരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ പിന്നെ വിളവെടുപ്പ് നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവർ കൊണ്ടുവരുന്നു. ഇവിടെ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന് ഈ കറ്റ ആർപ്പോടുകൂടി ചുമന്നു കൊണ്ടുവരുവാനുള്ള ഒരു അവസരം വരെ അവൻ്റെ കാത്തിരിപ്പ് പ്രകാരമായിരുന്നു. ഒരു കർഷകൻ്റെ കാത്തിരിപ്പ് പ്രകാരമായിരുന്നു. അവൻ വിത്ത് വിതയ്ക്കുന്നു, ആ വിത്തിന് വേണ്ടുന്നുള്ള ജലം, ആ വളർന്നു വരുവാൻ വേണ്ടിയുള്ള ജലം, അതിനുള്ളതായ വളം, അതിനെ കാത്തു സൂക്ഷിക്കുന്നു. മറ്റ് പക്ഷികളോ പറവകളോ അല്ലെങ്കിൽ മറ്റ് കന്നുകാലികളോ അതിനെ നശിപ്പിച്ച് കളയാതെ ആ കർഷകൻ എന്ത് ചെയ്യുന്നു? സ്ഥിരമായി, അല്ലെങ്കിൽ അത് താല്പര്യം നശിച്ചു പോകാതെ സ്ഥിരോത്സാഹത്തോടു കൂടി ആ കാർഷിക വിളവിനെ ഇങ്ങനെ ആ ചെടിയെ വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആ തൈയെ വളർത്തിക്കൊണ്ട് വരികയും അത് കൊയ്യുന്നത് വരെ, അതിൻ്റെ വിളവെടുപ്പ് വരെ അവൻ എന്ത് ചെയ്യുന്നു? വളരെ ജാഗ്രതയോടുകൂടി അതിനെ സൂക്ഷിക്കുന്നു. ഇടയ്ക്കൊന്നും അവൻ്റെ ശ്രദ്ധ അവൻ മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ കണ്ണുനീരോടുകൂടിയാണ് വിതച്ചത്, കഷ്ടതയിലാണ് അവൻ വിതച്ചത്. പക്ഷെ അവൻ കൊയ്യുമ്പോൾ ആർപ്പിൻ്റെ സ്വരം, നമുക്കറിയാം എന്താണ് ഈ ആർപ്പിൻ്റെ സ്വരം? വിജയത്തിൻ്റെ ഒരു തെളിവാണ് ഈ ആർപ്പിടുക എന്ന് പറയുന്നത്. നമുക്ക് പറയാം, പണ്ട് കാലങ്ങളിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് വിജയിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആർപ്പിടും.
അപ്പോൾ അങ്ങനെ വിജയിയുടെ ഒരു ഭാവമാണ് ഇവിടെ കാണിച്ചിരുന്നത്. കണ്ണുനീരോടെ നാം വിതയ്ക്കുന്നു എങ്കിൽ, സ്ഥിരോത്സാഹത്തോടുകൂടി ആ വിത്തുകളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ, നമ്മുടെ കൊയ്ത്ത് എന്ന് പറയുന്നത് ആർപ്പോടുകൂടിയുള്ളതായിരിക്കും, നിരാശയോടുകൂടിയുള്ളതല്ല. അപ്പോൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നു, നാം ആർപ്പോടെ കൊയ്യുന്നു. കരഞ്ഞുകൊണ്ട് വിത്ത് വിതയ്ക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ആർത്തുകൊണ്ട് ചുമന്നു കൊണ്ടുവരുന്നു. ആ രണ്ട് വൈരുദ്ധ്യങ്ങളെയും കൂട്ടി ഒന്ന് വായിക്കണം. ആ ഒരു വല്ലാത്തൊരു കാവ്യഭംഗിയാണ് ഇരിക്കുന്നത്. കരഞ്ഞുകൊണ്ട് നീന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഒരു കാത്തിരിപ്പ്. ആ ആർപ്പോടെ കൊയ്യുവാൻ വേണ്ടിയുള്ള കാലഘട്ടത്തിലേക്കാണ് നാമം കാത്തിരിക്കുന്നത്. എന്താണ് ആർപ്പോട് കൊയ്യെന്ന്? നമ്മൾ കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ നമ്മെ ചേർക്കുവാൻ വരുന്ന ആ വലിയ കൊയ്ത്തിൻ്റെ ആ ഒരു മഹോത്സവത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കണ്ണുനീര് ഒരുക്കേണ്ടി വരും, നാം എന്ത് ചെയ്യും? ചിലപ്പോൾ കരയേണ്ടി വരും. പക്ഷേ നമ്മുടെ കൊയ്ത്ത് എന്ന് പറയുന്നത് അത് ആർപ്പ് വിളികളുടെ ആയിരിക്കണം, ഒരു വലിയ സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ, ഉത്സവത്തിൻ്റെതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു വരുന്ന ആ വലിയ കൊയ്ത്ത് മഹോത്സവത്തിൻ്റെ ഭാഗമായി അവിടെ ആർപ്പ് വിളികൾ, വിജയത്തിൻ്റെ ആർപ്പ് വിളികൾ മുഴക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും അവിടെ കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സ്ഥിരോത്സാഹത്തോടുകൂടി നാം എന്ത് ചെയ്യണം? നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ വിത്തുകളെ മുളച്ച് വളർന്ന് നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? ജാഗ്രതയുള്ളവരായിരിക്കണം, ബോധമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. നശിപ്പിച്ച് കളയരുത്. ഇടയ്ക്ക് വെച്ച് കർഷകൻ കൃഷി ഇട്ടേച്ച് പോയാൽ പിന്നെ ആ കൃഷി എന്ത് ചെയ്യും? നശിച്ചു പോകും. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ ആകരുത് എന്നാണ് പറയുന്നത്. അതിനെ പറവകൾ കൊത്തിക്കൊണ്ടു പോകാതെ, ചൂടടിച്ചു വാടിപ്പോകാതെ, കന്നുകാലികൾ നശിപ്പിച്ച് കളയാതെ, ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് വളവും ഇട്ടെന്ത് ചെയ്യണം? പരിപോഷിപ്പിച്ച് നാം എന്ത് ചെയ്യണം? നല്ല കൊയ്ത്തിന് വേണ്ടി അതിനെ പാകമാക്കണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ പാഠഭാഗവും നമ്മോട് പറയുന്നത് ആ വലിയ കൊയ്ത്ത് മഹോത്സവത്തിൻ്റെ ഭാഗത്ത് അന്ന് ആ സുദിനത്തിൽ ആർപ്പ് വിളികളോടുകൂടി ആ കൊയ്ത്തിൽ പങ്കെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പുതിനസ്ഥ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ശബത്ത് വിശ്രമത്തിൽ കാത്തിരിക്കുന്നത് എന്നാണ്. അതായത് 92 സങ്കീർത്തനമാണ് അതിൻ്റെ ഭാഗം. ഇവിടെ പറയുന്നത് ദൈവത്തെ തൻ്റെ കരങ്ങളുടെ മഹാപ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നതും ഏതൻ എന്ന പോലെ നീതിമാന്മാർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതും വ്യക്തമായി സൃഷ്ടിപ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഇവിടെ നാം ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സൃഷ്ടിതാവ് ആയതുകൊണ്ട്. ഈ ലോകത്തുള്ള സകലത്തിനെയും ദൈവം സൃഷ്ടിച്ചു. ദൈവം നമ്മയും സൃഷ്ടിച്ചത് കൊണ്ട്, നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നതുകൊണ്ട് നാം ദൈവത്തെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. അപ്പോൾ ആ ആരാധിക്കേണ്ട ദിവസം ഏതെന്ന് ചോദിച്ചാൽ ദൈവം വിശുദ്ധീകരിച്ചു വേർപ്പെടുത്തിയ ഒരു ദിവസമുണ്ട്. എന്താണ് അത്? ശബത്ത് ദിവസമാണ്. 7-ാം ദിനമായ ശബത്ത് ദിവസമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ശബത്ത് ദിവസം ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് ചോദിച്ചാൽ അത് ദൈവം സൃഷ്ടിതാവാണ്. ഈ ലോകത്തെ സകലതും സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണ് എന്നുള്ളതാണ് ശബത്ത് നമ്മെ കാണിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചത് കൊണ്ട്, ദൈവം നമ്മെ പരിപാലിക്കുന്നത് കൊണ്ട്, സൃഷ്ടിപ്പ് ആര് നടത്തിയതെന്ന് ചോദിച്ചാൽ ദൈവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയുള്ളതും കൂടിയാണ് ശബത്ത്. അപ്പോൾ ശബത്ത് പ്രതിദാനം ചെയ്യുന്നത് സൃഷ്ടിപ്പിനെയാണ്. ദൈവത്തിന് 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കാൻ മതിയായിരുന്നു. എന്തുകൊണ്ട് 7-ാം ദിവസം സൃഷ്ടിച്ചു? സ്വസ്ഥമായി ആരാധിക്കുവാൻ വേണ്ടിയാണ് 7-ാമത്തെ ദിവസത്തെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ശബത്തിൻ്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിപ്പാണ്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ശത്രുക്കളുടെ മേലുള്ള നമ്മുടെ വിജയം. ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? വിജയം തരും. നീതിയുടെ ദൈവം എന്ന നിലയിൽ ശത്രുക്കളുടെ മേലെ വിജയത്തിനും ദൈവത്തെ സങ്കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ തിന്മയിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടെടുത്തതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നാം ശബത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. നാം സൃഷ്ടിപ്പിലുള്ളവരായിരുന്നു, പക്ഷെ വീണുപോയി, പാപത്തിൽ വീണുപോയി. ആ പാപത്തിൽ വീണുപോയ നമ്മെ ദൈവം എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട്, മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അങ്ങ് പോയതല്ല, മറിച്ച് ആ മനുഷ്യരുടെ ഓരോ കാര്യത്തിലും ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. ആ മനുഷ്യർ ദൈവത്തോടൊപ്പം നിത്യമായി സഹവസിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അവരുടെ വീഴ്ചയിൽ അവർ തള്ളിക്കളയാതെ ദൈവം അവർക്ക് വേണ്ടി രക്ഷാപദ്ധതി ഉയർത്തി. ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായി ദൈവം തൻ്റെ ഏകജാത പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. നോക്കൂ,
ദൈവം എത്രമാത്രം കരുതലുള്ള വ്യക്തിയാണ്. സൃഷ്ടിപ്പ് നടത്തിയിട്ട് ദൈവം നമ്മെ കളഞ്ഞിട്ട് പോയതല്ല, മറിച്ച് സൃഷ്ടിപ്പ് നടത്തിയിട്ടും ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തു? ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവം നമ്മെ വീണ്ടെടുത്തു. ദൈവം സൃഷ്ടിപ്പ് നടത്തി ദൈവത്തോടൊപ്പം സഹവസിക്കുവാൻ വേണ്ടി ദൈവം നമ്മോട് ആവശ്യപ്പെട്ടു. നാം അതിൽ പരാജയപ്പെട്ടു പോയി. മനുഷ്യൻ എന്ത് ചെയ്തു? പാപത്തിൽ വീണുപോയി. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം രക്ഷാപദ്ധതി കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? വീണ്ടും ഈ ജനത്തെ രക്ഷാപദ്ധതിയിലൂടെ അവരുടെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് ചേർക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? രക്ഷാപദ്ധതി കൊണ്ടുവന്നു. അപ്പം ശബത്ത് കാണിക്കുന്നത് അത് തന്നെയാണ്. ദൈവമാണ് സകലത്തിൻ്റെ സൃഷ്ടിതാവ്, ദൈവമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു പ്രത്യാശയില്ലാതെയല്ല നാം ജീവിക്കുന്നത്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതും എന്നെ വീണ്ടെടുത്തതും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആ ദൈവമാണ് എന്നെ വീണ്ടെടുത്തത് എന്ന് പറയുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്താണ് പറയുന്നത് ഇവിടെ? നീ പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, ഈ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ. പക്ഷേ ദാവീദ് ഉദ്ദേശിക്കുന്നത് ഈ അഭിഷേകം ചെയ്യുന്ന ഒരു സംഭവത്തില്ല, മറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ പുരട്ടിയ വടകളും എടുത്തോളൂ. യാഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. സ്വയം സമർപ്പിതമായ ഒരു രീതി, അവരെ സ്വയം യാഗമായി അർപ്പിക്കുവാൻ വേണ്ടി ദാവീദ് ഒരുക്കമാണ്. ദൈവത്തെ അത്രമാത്രം ആരാധിക്കുവാൻ വേണ്ടി, ദൈവം ചെയ്ത നന്മകൾക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുവാൻ അത്ര തീക്ഷ്ണത ഉള്ളവരായിരിക്കണം. ഒരു സ്വയം യാഗമായി നമ്മൾ മാറുവാൻ കഴിയണം. അല്ലാതെ ഈ രാജകീയമായ എണ്ണ ഒരു പ്രക്രിയ അല്ല ഇവിടെ ദാവീദ് ഓർമ്മിപ്പിക്കുന്നത്, മറിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും എണ്ണ തേച്ച വടകളുടെയും കാര്യത്തിൽ യാഗത്തിൻ്റെ ഭാഗമായി വരുന്നതായ ഒരു സംഭവത്തെയാണ് ദാവീദ് ഇവിടെ ഓർമ്മിക്കുന്നത്. അതായത് സ്വയം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ ദാവീദ് ഒരുക്കമായിരുന്നു എന്ന് മനസ്സിലാക്കണം. നാമും ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണമായി ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? ദൈവം ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? യഹോവ എന്ത്? ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തടയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പനയുടെയും ദേവദാരുവിനെയും പറയുന്നു. എന്താണ് പറയുന്നത്? അവസാന ഭാഗത്ത് പറയുന്നത്, പനയുടെയും ദേവദാരുവിൻ്റെ സാദൃശ്യങ്ങൾ ദൈവജനം വിശ്വാസത്തിലും ദൈവത്തിൻ്റെ അതിശയകരമായ ഉദ്ദേശങ്ങളെയും സ്നേഹത്തെയും അഭിനന്ദിക്കുന്നതിലും വളരുന്നതിനെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ലെബാനോനിലെ ദേവദാരു പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ, ഉറച്ച വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? വളരണം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരണം. വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെയായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. അങ്ങനെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരെ പോലെ തഴച്ചു വളർന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കാൻ കഴിയൂ. അതിൻ്റെ ഒരു അടയാളമാണ് ശബത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് വിശുദ്ധ ശബത്ത്. അപ്പം അതൊരു വലിയ പ്രത്യാശയും കൂടിയാണ്. ഞാനും എൻ്റെ ദൈവവും ബന്ധമുണ്ട്, ഞാനും എൻ്റെ ദൈവവും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് എന്ന ഒരു കാര്യത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് ശബത്ത്. എൻ്റെ ദൈവമാണ് എൻ്റെ സൃഷ്ടിതാവ്, എൻ്റെ ദൈവമാണ് എന്നെ വിടിവിച്ചവൻ, എന്നെ പരിപാലിക്കുന്നവൻ. ദുഷ്ടതയുടെ മേൽ ജയം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നതുകൂടിയാണ് ശബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അടയാളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാർ എന്ന് പറയുന്നത്. 7-ാം ദിന പുനരാഗമനകാംക്ഷികൾ. ആ ഒരു ശബത്ത് ദൈവം വേർതിരിച്ചത് കൊണ്ട്, അതിൻ്റെ പരിശുദ്ധിയെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നാം ഈ ഒരു നാമധേയത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നാമും ദൈവമായിട്ടുള്ള അടയാളത്തിൻ്റെ പ്രത്യക്ഷമായൊരു തെളിവാണ് വിശുദ്ധ ശബത്ത്. അത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകട്ടെ എന്ന് ഈ പാഠഭാഗം കൊണ്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ വേറെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉഷസ്സിലെ ആനന്ദം. ഇവിടെ ചോദ്യം ഇതാണ്: ദിവസത്തിൻ്റെ ഏത് സമയഭാഗത്താണ് ദിവ്യ വീണ്ടെടുപ്പിൻ്റെ സമയമായി ചിത്രീകരിക്കപ്പെടുന്നത്? ഇവിടെ
കാര്യം പറഞ്ഞത് പ്രഭാതമാണ് ഏറ്റവും പ്രധാനം ഇവിടെ കാണിക്കുന്നത്. എന്താ പറഞ്ഞത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതകളെ ഒരു ഇരുട്ടായിട്ടും നമ്മുടെ ഉയർപ്പിന്, നമ്മുടെ രക്ഷയെ ഒരു പ്രഭാതമായിലൂടെ ചിത്രീകരിക്കപ്പെടുന്നു. എന്താണ് കഷ്ടാനുഭവങ്ങളുടെ നീണ്ട രാത്രിക്ക് അവസാനം വരുന്നത്. അപ്പോൾ കഷ്ടാനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ ഒരു രാത്രിയോടും ദൈവവുമായിട്ട് സന്ധിക്കുന്നതിൻ്റെ, സംഗമിക്കുന്നതിൻ്റെ ആ ഒരു വലിയ പ്രത്യാശയുള്ള ആ ഒരു വലിയ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ആ മഹാ ആഘോഷത്തിൻ്റെ ആ ഒരു ഭാഗത്തെ ഒരു പ്രഭാതമായിട്ടുമാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് രാത്രിയായിട്ടും ചിത്രീകരിക്കുന്നു, സന്തോഷം എന്ന് പറയുന്നത് പ്രഭാതമായിട്ടും ചിത്രീകരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏതൊക്കെ പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നു, ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു പ്രഭാത നക്ഷത്രം പ്രഭാതം എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്, ഒരു പുതിയ ദിവസത്തിൻ്റെ ആരംഭമാണ്. ഇന്നലകളിൽ രാത്രികളിൽ എന്ത് ചെയ്തു, എല്ലാം കഴിഞ്ഞു പോയി. ഇന്നൊരു പുതിയ തുടക്കമാണ്. അപ്പം നമ്മൾ പലപ്പോഴും അല്ലാതെ തന്നെ പറയുന്നതാണ് എ ന്യൂ മോർണിംഗ് ഹാസ് അപ്രോച്ച് എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഒരു പുതിയ പ്രഭാതം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ പ്രഭാതം എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ഒരു സമയത്തെ അല്ല കാണിക്കും, മറിച്ച് ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. എന്താണ് ഒരു പുതിയ പ്രഭാതം, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം ഉണ്ടായിരിക്കുന്നു, ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ദൈവത്തിൽ ആകുന്നൊരു വ്യക്തിക്ക് ഒരു പ്രഭാതം എപ്രകാരം പോലെ ആയിരിക്കുമോ അതുപോലെയായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ആ ഒരു കർത്താവ് യേശുക്രിസ്തുവുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം. അങ്ങനെ ദൈവവുമായിട്ട് നാം ഒത്തുചേരുമ്പോൾ കാത്തിരിപ്പിൻ്റെ അവസാനത്തിൽ നമ്മുടെ കാത്തിരിപ്പെന്ന് പറയുന്നത് ഒരു അന്ധകാരമായിരിക്കും, ഒരു രാത്രി പോലെയായിരിക്കും. സന്ധ്യയെങ്കിലും എന്ത് ചെയ്യുന്നു, കരച്ചിലും സ്നേഹ ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരും. അതുപോലെ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ കാത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും. അതൊരു രാത്രിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. പക്ഷേ അത് കഴിയുമ്പോൾ നമുക്ക് ഉഷസ്സെങ്കിലും എന്ത് ചെയ്യും, ആനന്ദഘോഷം ഉണ്ടാകും. നാം യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നിരാശ ഉണ്ടായിരിക്കും. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർ അവർ ഒന്നിച്ചിരുന്നപ്പോഴാണ് എന്ത് ചെയ്തു, കർത്താവായ യേശുക്രിസ്തുവിനെ അവരെന്ത് ചെയ്തു, സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര നിരാശയായി. കാരണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നിന്നു സ്വർഗത്തിലേക്ക് പോകുന്നു. കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കാൻ പറഞ്ഞു. അവരതുകൊണ്ട് നിരാശപ്പെട്ടു പോകാതെ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്ത് ചെയ്തു, അവർ കാത്തിരുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ വേല ചെയ്തു. അപ്പോൾ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വേലയിൽ പങ്കാളികളാകാൻ കഴിയുള്ളൂ. നാം കാത്തിരിക്കുമ്പോൾ സ്ഥിരോത്സാഹത്തോട് കാത്തിരിക്കണം. മടുപ്പില്ലാതെ, നിരാശപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, നിരാശയുടെ ഭയം നമ്മെ കീഴടക്കാതെ നാം സ്ഥിര ഉത്സാഹത്തോടുകൂടി കാത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നതാണ്, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രവർത്തിക്കും. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം നാം മനസ്സിലാക്കുന്നത്, നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ, സ്ഥിര ഉത്സാഹത്തോടുകൂടി നാം കാത്തിരുന്നാൽ നമുക്കൊരു പുതിയ പ്രഭാതത്തെ സ്വാഗതം ചെയ്യാൻ കഴിയും. ഒരു പുതിയ പ്രഭാതത്തെ അന്ന് ആർപ്പോടുകൂടി നമുക്ക് കൊയ്യുവാൻ കഴിയും. ആർപ്പോടുകൂടി കറ്റകൾ ചുവന്നു കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അതിന് നാം ചെയ്യേണ്ടത്, നാം നമ്മുടെ ദൈവത്തിന് വേണ്ടി സ്ഥിര ഉത്സാഹത്തോടുകൂടി കാത്തിരിക്കുക. നിരാശയുടെ ഭയം നമ്മളിൽ ഉണ്ടാകരുത്. ദാവീദ് പറഞ്ഞതുപോലെ, ഈ കഷ്ടങ്ങളിലൊക്കെ എനിക്ക് ശക്തി തരുന്നത് എന്നെ വഴി നടത്തുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് എന്നും എൻ്റെ സൃഷ്ടിതാവ് ഉണ്ട് എന്നുമുള്ള ഒരു വിശ്വാസം അതെന്നിൽ ദൃഢമായതുകൊണ്ട് ഈ ഈറ്റുനോവുകളെയും ഈ കഷ്ടതകളെയും മാറ്റുവാൻ എനിക്ക് കഴിയും. അവർ പാടിയതുപോലെ, സങ്കീർത്തനങ്ങളിൽ പാടിയതുപോലെ, മുൻകാലങ്ങളിലെ ഞങ്ങളുടെ പൂർവികന്മാരോട് ചെയ്തതുപോലെ തെക്കേ അറ്റത്തെ തോടുകളെപ്പോലെ നീന്തിയും അവരെ തിരികെ കൊണ്ടുവരയണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തല്ലോ, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചല്ലോ, അതുപോലെ ഞങ്ങളിൽ വീണ്ടും ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ മുൻ തലമുറകളിൽ ദൈവം നമ്മോട് ചെയ്ത അത്ഭുതങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കണം. നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എപ്രകാരമായിരുന്നു, അവർ അനുഭവിച്ച യാതനകൾ എപ്രകാരമായിരുന്നു. ആ യാതനകളിലൂടെ അവർ നടത്തിയ വലിയ ത്യാഗത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ നൽകുന്നത്. തീർച്ചയായിട്ടും അവരെ അനുഗ്രഹിച്ച ദൈവം, നമ്മുടെ പൂർവികന്മാരെ വഴി നടത്തിയ ദൈവം ഇന്ന് നമ്മോടൊപ്പമുണ്ട്.
ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ആ ദൈവത്തിന് വേണ്ടിയാണ് നാം സ്ഥിര ഉത്സാഹത്തോടു കൂടി കാത്തിരിക്കേണ്ടത്. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു തൻ്റെ മക്കളെ ചേർക്കുവാൻ വേണ്ടി ആർപ്പോടുകൂടി കറ്റ ചുവന്നു കൊണ്ടുപോകുന്നതായ ആ വലിയൊരു മഹോത്സവത്തിൽ പങ്കാളിയാക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ നാമും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തോടൊപ്പം ചേർന്ന് നമ്മെ തന്നെ താഴ്ത്തി അഹങ്കരിച്ചു പോകാതെ, എൻ്റെ ഹൃദയം നിഗളിച്ചു പോകാതെ, ഗർവിച്ചു പോകാതെ സ്വയം താഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠങ്ങളിൽ ആയിരിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതുവരെ എന്നെ ശ്രമിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, ഈ വലിയ ഒരു സൗഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങൾ കാത്തിരിക്കുന്നവരായി, സ്ഥിര ഉത്സാഹത്തോടുകൂടി കാത്തിരിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, സ്ഥിര ഉത്സാഹം ഞങ്ങളുണ്ടാകുവാനും നിരാശയുടെ ഭയം ഞങ്ങളെ ദൈവമേ തകർത്ത് കളയാതിരിക്കാനും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികന്മാരോട് അങ്ങ് ചെയ്ത ആ അത്ഭുതങ്ങളെ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ചെയ്തു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സ്വീകരിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതിലേക്ക് ദൈവം ശ്രമിച്ചു കൊണ്ടിരുന്നതായ അങ്ങയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ കർത്താവേ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ നാമമഹത്വത്തിനല്ല കർത്താവേ, അങ്ങയുടെ വലിയ നാമമഹത്വത്തിനായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഈഡൻ ടിവിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ അങ്ങയുടെ ശ്രേഷ്ഠ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും കർത്താവെ നിരാശരായി പോകാതെ, തളർന്നു പോകാതെ ദൈവമേ അങ്ങയുടെ വലിയ വേലയുടെ പ്രചാരകരായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരോട് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായും അല്ലാതെ അവരെ സഹായിക്കുന്നതായ പ്രിയ മക്കളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് പ്രിയ മക്കളെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ദൈവമേ അവർ ചെയ്യുന്നതിൻ്റെ ദൈവം ഇരട്ടിയായിട്ട് ദൈവം അവർക്കും അവരുടെ തലമുറകൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഭാഗമാകുവാൻ അടിയനും കഴിഞ്ഞാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവ് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അഹങ്കരിച്ചു പോകാനോ ഗർവിച്ചു പോകാനോ ഇടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന ദാനത്തിൽ കർത്താവെ ഞങ്ങൾക്കൊന്നും അഹങ്കരിക്കാനില്ല എന്ന ബോധത്തോട് ജീവിപ്പാൻ സഹായിക്കണമേ. മാനവമോത്ത് അവിടെ നിന്ന് കൈക്കൊള്ളണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലം ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തു യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.